നമ്മുടെ പൂച്ചകളെ എല്ലാരും കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അവക്ക് എന്തൊക്കെയോ എനിക്ക് തരാനുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തിനാ എലിയുടെ ഒക്കെ ആവശ്യം എന്തിനാ? ശരി ശരി പോയിക്കോ പോയിക്കോ. അപ്പൊ കോപ്പിക്കോടെ വക എനിക്ക് കൊണ്ടുപോകാൻ 2 എലി. പെട്ടെന്നാട്ടെ. എലിയൊന്നും ആയിരിക്കത്തില്ല, എന്തെങ്കിലും ചെറിയ അണ്ണാനോ പിന്നെ എന്താ പറയുന്നത്, അണ്ണാനൊക്കെ വേറെ ടീം കൊണ്ടുവരാനുണ്ട് കേട്ടോ. അതെന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഉള്ളതാട്ടെ പെട്ടെന്ന് കൊണ്ടുപോകാം. എന്തായാലും പെട്ടിക്കകത്തൊന്നും സ്ഥലമില്ല ഗൈസ്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പോകുന്നത് എങ്ങോട്ടാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടോ. അപ്പോൾ ഇന്നത്തെ ലൈക്ക് നമ്മുടെ കോപ്പിക്കോയി കാണാം കേട്ടോ. ഇത് ഈ ഒരു ലാസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോ. ഇന്നത്തെ വീഡിയോ വലിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ചിലപ്പോൾ ഇതും കൂടെ കാണത്തുള്ളൂ വീഡിയോ, കാരണം ഗൈസ് മുന്നോട്ടുള്ള എങ്ങനെയാണ് സംഭവം ഒന്നും അറിയില്ല. ഇന്ന് രാവിലെ എന്നെ പുട്ടുണ്ടാക്കാൻ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരുവാണ് കേട്ടോ. പുട്ടുപൊടിയെല്ലാം നനച്ചിട്ടാ പുട്ടുകുറ്റിക്കകത്തോട്ട് നമ്മളിതാ പുട്ടെല്ലാം കൂടെ പൊടിച്ചിട്ട് ഗൈസ് നിറച്ച് അതിനകത്ത് സംഭവം എല്ലാം സെറ്റ് ചെയ്തു. ഒഴിഞ്ഞു പോയി ഗൈസ്. അപ്പം പുട്ട് പുഴുങ്ങിയിട്ടുള്ളവരൊന്ന് പറയണേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പുട്ട് പുഴുങ്ങുന്നത്. അപ്പോൾ അറിയാമല്ലോ എന്തുകൊണ്ടാണ് ഇപ്പം പുട്ട് പുഴുകുന്നതെന്നുള്ള. പുട്ട് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ കാണുന്നവർ പഠിച്ചോ കേട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചോ. ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചോറിന് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചോറിന് ചമ്മന്തിയാണ്. ചമ്മന്തിയും ചോറും ഉണ്ടെങ്കിൽ അടിപൊളി ഉമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ് ഞാൻ ഒരുപാട് ചോറ് കഴിക്കുന്നത് കേട്ടോ. സോ അപ്പം ഇനിയിപ്പം നമ്മൾ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ പെട്ടെന്നൊന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഹേ ഗൈസ്, നിങ്ങൾക്ക് തിന്നാനുള്ള സാധനമൊന്നുമല്ല, ഇവിടെ എല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 2 ടീമും അടിപൊളിയായി. ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ ചമ്മന്തി സെറ്റായിട്ടുണ്ട്. നമ്മുടെ പെട്ടിയെല്ലാം ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. കൊണ്ടുപോകാനുള്ള മരുന്നും കാര്യങ്ങളും ഹോമിയോയുടെ മരുന്നാണ് കേട്ടോ. അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കുറച്ച് സാധനങ്ങൾ, വേണ്ട സാധനങ്ങളും അതേപോലെ ഒരു ചെറിയ പാത്രവും പിന്നെ ഒരു ഫ്രൈ പാനും പിന്നെ അതിനകത്ത് വേറൊരു കുക്കറൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുക്കറകത്തുണ്ട്, പിന്നെ ഒരു ചെരുപ്പുണ്ട്, പിന്നെ കഴിക്കാനായിട്ട് ആകെ ഇതേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. വെള്ളുണ്ടയുടെ 2 പാക്കറ്റ്, അത് മാത്രമേ ഉള്ളൂ. നേരത്തെ തന്നെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ. ഇല്ലെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ കിടന്ന് ഓടേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടിക്കകത്തിന് സ്ഥലമില്ല, നമ്മളൊന്ന് തൂക്കി നോക്കണം, എന്നാലേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ടോട്ടൽ 20 കിലോ ആണ് കേട്ടോ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മുടെ മൂങ്ങ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. മൂങ്ങ പ്രഗ്നൻ്റ് ആണ്. മൂങ്ങ ആൾ ഭയങ്കര ക്ഷീണത്തിലാണ്, റെസ്റ്റിലൊക്കെയാണ്. പിന്നെ നമ്മുടെ ചിഞ്ചിരി ചിഞ്ചു അവളിവിടെ ഇരിപ്പുണ്ട്. വാവാച്ചിയുടെ മീൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അതെ വേറൊരാൾ ഇവിടെ ഉണ്ട്. എക്സ്ക്യൂസ് മീ ആളിവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ കഥയിലെ നായിക. രാവിലെ കണ്ണിൽ മുളക് പൊടിയൊക്കെ വീണിട്ട് ഇതുപോലെ രാവിലെ മിച്ചറ് തിന്ന് ഇല്ലേ മാ? രാവിലെ മിച്ചറ് തിന്ന് കണ്ണിൽ മുളക് പൊടിയൊക്കെ വീണിട്ട് കണ്ണിങ്ങനെ ഒറ്റ കണ്ണുമായിട്ട് അടച്ചു വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ മുമ്പ് കുറച്ച് കണ്ണിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് തുണിയൊക്കെ വെച്ച് തുടച്ചതിന് ശേഷമാണ് ഇപ്പൊ കണ്ണ് തുറന്നിരിക്കുന്നത് ലേഡി. അപ്പോൾ ഞാൻ പോവാട്ടോ. എന്തേ നിന്റെ ചേട്ടൻ എന്തേ പോക്കർ എന്തേ? നിന്റെ ചേട്ടൻ എന്തേ പോക്കർ അവിടെ പോയി? എന്തോ നീ പറയുന്നത്? എന്തേ അണ്ണാനെന്തേ? കോപ്പിക്കോ പിടിച്ചോ. ഇവിടെ എല്ലാം ഇതാക്കി ഇനി ഉമ്മയുടെ വൈന്ന് ഞാൻ വഴക്ക്. നീ തിന്നുവാണോ പൊളിച്ച് കളയുവാണോ? ഗൈസ് വാവാച്ചി രാവിലെ പല്ല് കാണിക്കാനായിട്ട് പോയിട്ടോ. ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയത്, സൈക്കിളിൽ പോയി. നമ്മുടെ ഇവിടെ അടുത്താണ്.
ഇപ്പോൾ പോയി. ഇപ്പം ഞാനിനി പോയിട്ട് കുറച്ച് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഒരു ചിക്കൻ മേടിക്കാനുണ്ട്. വൈകിട്ട് കറി വെക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഞാൻ പോയിട്ട് വരാം കേട്ടോ. പോക്കറിനെ നിങ്ങൾ കണ്ടില്ലല്ലോ. പോക്കർ 8 വാടി പോയി കാണും കേട്ടോ. പോക്കർ എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ എന്തോ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പോക്കർ പോയേക്കാണ്. അവൻ മറ്റുള്ള പൂച്ചകളെയൊക്കെ കണ്ട് അടിയൊക്കെ മേടിച്ചിട്ടേ വരത്തുള്ളൂ. സോ അപ്പം അവൻ ആമ്പൂച്ച ആയതുകൊണ്ട്, കണ്ടപൂച്ച ആയതുകൊണ്ട് മിക്ക ആമ്പൂച്ചകളും ഇപ്പം 7 വാർഡ് തൊട്ട് 8 വാർഡ് വരെ ഇട്ട് കണ്ടം വഴി ഓടിക്കും. സോ അവൻ എന്നാലും ഒരു തിരിച്ചൊരടി കൊടുക്കത്തില്ല കേട്ടോ പോക്കർ. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോക്കർ നിങ്ങൾക്ക് അറിയായിരിക്കും ഇന്ന ആളാണ് കേട്ടോ കക്ഷി. വരുമായിരിക്കും എന്തായാലും. ഇന്ന് വരുവാണെങ്കിൽ ഈ ഒരു വീഡിയോക്കകത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. യെസ് ഗൈസ്, നമ്മുടെ സുലുവിൻ്റെ മോളല്ല ഇത്. നിങ്ങളിത് ആറ് മോളാന്ന് പറയാമോ? മോളല്ല കേട്ടോ, മോനാ. ഡീ നിൻ്റെ പേരെന്താടി? നമുക്ക് പേരിട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്തായാലും ഇതിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഞാനിനി ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു സ്ഥലത്തായിരിക്കും. ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോഴത്തേക്ക്, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു സ്ഥലത്തായിരിക്കും കേട്ടോ. എവിടെട്ടാ ഓടുന്നത്? എവിടെട്ടാ പോകുന്നത്? നീ എവിടെ പോവാ? നമ്മുടെ സുലുവിനെ പോലെ തന്നെ ഇരിക്കുന്നില്ലേ? ഇത് ആരുടെ കുഞ്ഞാന്ന് നിങ്ങൾക്ക് പറയാമോ? ഗൈസ്, അങ്ങനെ നമ്മുടെ തുണിയെല്ലാം നമ്മൾ ഒരുവിധം തന്നെ കണ്ടില്ല, എല്ലാം അഡ്ജസ്റ്റ് എല്ലാം ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ച് ഇനി കുറച്ചും കൂടെ സ്ഥലമുണ്ട് കേട്ടോ. നേരത്തെ കാട്ടിൽ കുറച്ചും കൂടെ. പിന്നെ ഇത് ഇതേ എണ്ണയാണ്. ഇതേ കാച്ചിയ എണ്ണ. ഗൈസ്, ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത് ബസ്സിനായിരുന്നു കേട്ടോ. അതായത് രാത്രി 9:30 ഹരിപ്പാട്ട് നിന്ന് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടിയുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ എങ്ങനെ പെട്ടിയും കൊണ്ട് കയറുമെന്നൊക്കെ ആകെയുള്ളൊരു ഒരു പേടിയിലിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരൻ വരാമെന്ന് പറഞ്ഞു ഇതേപോലെ തന്നെ എന്നെ ബസ് സ്റ്റോപ്പിൽ വിടാനായിട്ട് ഹരിപ്പാട്ടേക്ക്. സോ അപ്പോൾ അങ്ങനെ വിടാമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ബാക്കിയുള്ള ചങ്ങായിമാരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടാണ് അവൻ വന്നത് കേട്ടോ. അത് വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു. അവരാണ് പെട്ടിയും കാര്യങ്ങളും എല്ലാം മൊത്തം റാപ്പ് ചെയ്തതും മറ്റുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തന്നത്. അപ്പം ഞാൻ 2 ബാഗേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗെല്ലാം എടുത്ത് കൂട്ടുകാരെ വെളിയിൽ വെച്ചു. അപ്പം നമ്മൾ പപ്പായോട് യാത്ര പറഞ്ഞു. ഉമ്മ ഈ സമയം വരെ അടുക്കളയിലായിരുന്നു കേട്ടോ. അടുക്കളയിൽ എനിക്ക് കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് തന്നു. ഉള്ളിൽ എവിടെയോ ഒരു സങ്കടം ഉണ്ടെങ്കിലും എല്ലാവരെയും, നമ്മുടെ പൂച്ചക്കുട്ടന്മാരെയും ഉമ്മീനെയും നമ്മുടെ പെങ്ങളെയും പപ്പാനെയും എൻ്റെ വീടും എല്ലാം വിട്ട് പിരിയുന്നതിൽ ചെറിയൊരു സങ്കടം ഉള്ളിൽ എവിടെയോ ഉണ്ട്. ഞാൻ സങ്കടപ്പെട്ട ഉമ്മി സങ്കടപ്പെടും, പിന്നെ വാവാച്ച് കരയാൻ തുടങ്ങും. സോ അതുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് യാത്രയാകുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ യാത്രയാകുകയാണ്. ഡ്രൈവറാ പോയിട്ട് വരാം. അസ്സലാമു പപ്പാ. എന്നെ എത്രത്തോളം സന്തോഷിപ്പിക്കാവോ അത്രത്തോളം സന്തോഷിപ്പിച്ചാണ് അവർ എന്നെ എയർപോർട്ടിലേക്ക് യാത്ര അയച്ചത്. ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഗൈസ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. പക്ഷേ എന്നെ എയർപോർട്ടിൽ വരെ എന്നെ കൊണ്ടുവിട്ടവന്മാർ. ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മുടെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു കൂട്ടുകാരൻ നമ്മുടെ കൂട്ടത്തിലുണ്ടായാൽ മതി. മനസ്സ് വല്ലാണ്ട് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. വീട്ടുകാരെയും എൻ്റെ പൂച്ചകളെയും എൻ്റെ നാടും എൻ്റെ വീടും എല്ലാം വിട്ടു പിരിഞ്ഞു പോകുന്നതിൻ്റെ ഒരു സങ്കടം എന്നെ അറിയിക്കാതെ എന്നെ എയർപോർട്ടിലെത്തിച്ച എൻ്റെ കൂട്ടുകാരാണ് ഇവർ. പിന്നെ എനിക്ക് യാത്ര പറയാനുള്ളത് നിങ്ങളോടാണ്. ഇത്രയും നാളും ഏകദേശം 3-4 വർഷത്തോളം എൻ്റെ കൂട്ടത്തിൽ യൂട്യൂബിൽ എന്നെ സപ്പോർട്ട് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് എൻ്റെ കൂട്ടുകാരോട് ഒരുപാട് നന്ദിയാണ് പറയാനുള്ളത്. ഇനി നമ്മുടെ പൂച്ചകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിനകത്തില്ല. ഇനി എന്ത് കണ്ടൻറ്റ് എന്നെനിക്കറിയില്ല. നമ്മുടെ പൂച്ചകളെ സ്നേഹിച്ച, എന്നെ സ്നേഹിച്ച ഒരുപാട് പേര് ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട് എന്നെനിക്കറിയാം. അവരുടെ എല്ലാവരുടെയും സ്നേഹം ഇനിയും സപ്പോർട്ടും സ്നേഹവും എല്ലാം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ യാത്രയാകും. ഞാൻ പോകുന്നതോടുകൂടി നമ്മുടെ പൂച്ചകളെ എല്ലാവരെയും കൊടുക്കാനുള്ളൊരു പ്ലാനിലാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇനിയും ഞാൻ വീഡിയോസ് എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ഇടുന്നതാണ്. വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഈ വീഡിയോ ആരും കാണണമെന്നില്ല, പക്ഷെ എന്നാലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും എന്നും ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ നമ്മുടെ നാടിനോട് വിട പറയുകയാണ്. ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം AQ. ബൈ.